ഇത് മാസ് മോട്ടോഴ്സിൽ നിന്നാണ്. ഹീറോ പാഷൻ പ്രോ ആണ് വണ്ടി നമുക്ക് വർക്കിന് കിട്ടിയിട്ടുണ്ട്. അതിനകത്ത് മെയിനായിട്ട് പറഞ്ഞത് ചെയിൻ സ്പോക്കറ്റ് മാറ്റണം. അതേപോലെ തന്നെ ബാക്ക് ബ്രേക്ക് ടൈറ്റ് ഉണ്ട്, ബാക്കും ഫ്രണ്ടും ബ്രേക്ക് ടൈറ്റ് കാണിക്കുന്നുണ്ട്. അപ്പോൾ അതൊന്ന് അഴിച്ച് ഗ്രീസ് ചെയ്യുന്നുണ്ട് ക്യാമൊക്കെ. പിന്നെ ഫ്രണ്ട് ബ്രേക്ക് ജാമുണ്ട്. ഹെഡ്ലൈറ്റ് പൊട്ടി കിടക്കുന്നുണ്ട്, അപ്പോൾ അതൊന്ന് മുറുക്കണേസ് പറഞ്ഞിട്ടുണ്ട്. ഫ്രണ്ട് ഇൻഡിക്കേറ്റർ ചെക്കപ്പ് പറഞ്ഞിട്ടുണ്ട്. ബാക്ക് ബ്രേക്കിൽ ലൈറ്റ് ചെക്കപ്പ് ചെയ്യുന്നുണ്ട്. ഇത്രയും മെയിനായിട്ട് പറഞ്ഞാണ്. അപ്പോൾ നമ്മൾ ചെയിൻ സ്പോക്കറ്റ് മാറ്റാൻ വേണ്ടി അയച്ചിട്ടുണ്ട്. സ്പോക്കറ്റ് അതിൻ്റെ മാക്സിമം പരമാവധി ഉപയോഗിച്ച് തീർന്നിട്ടുണ്ട്. ചെയിൻ സ്പോക്കറ്റ് സെറ്റപ്പാടി മാറ്റുന്നുണ്ട്. കൂട്ടത്തിൽ കൂടെ ഈ വീലിൻ്റെ ഡാമ്പർ റബ്ബർ സെറ്റ് മാറ്റണം. സ്പോക്കറ്റിൻ്റെ ഈ ബെയറിങ് മാറ്റാനുണ്ട്, ബെയറിങ് കംപ്ലൈൻ്റ് ആണ്. ബ്രേക്ക് ലൈനർ നമുക്ക് കിടക്കുന്നത് ഡ്യൂപ്ലിക്കേറ്റ് ആണ്. ഫ്രണ്ടും ബാക്കും ഡ്യൂപ്ലിക്കേറ്റ് ലൈനറാണ് കിടക്കണേ. പക്ഷേ അത് അത്യാവശ്യം ഉപയോഗിക്കാനുള്ളത് കൊണ്ട് നമുക്ക് ബ്രേക്കിൻ്റെ ക്യാമൊക്കെ ഒന്ന് അഴിച്ച് ഗ്രീസ് ചെയ്ത് റീസെറ്റ് ചെയ്യാം. പിന്നീട് അത് മാക്സിമം ഉപയോഗിച്ച് തീർന്ന് മാറ്റണ സമയത്ത് ഒറിജിനൽ ഇടാനായിട്ട് ശ്രദ്ധിക്കാം. അതായിരിക്കും കുറേ കൂടി നല്ലത്. ഫ്രണ്ടിലേക്ക് വരുമ്പോൾ ഫ്രണ്ടിലത്തെ ബ്രേക്ക് ലൈനർ തന്നെയാണ്. ഫ്രണ്ട് ബ്രേക്ക് പിടിക്കുമ്പോഴത്തേക്കും പെട്ടെന്ന് കയറി സ്റ്റക്കാവുന്ന രീതിയിൽ കാണിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ലൈനർ അത്യാവശ്യം ഉപയോഗിക്കാനുണ്ട്. അപ്പോൾ ബ്രേക്കിൻ്റെ ക്യാമൊക്കെ ഒന്ന് അഴിച്ച് ഗ്രീസ് ചെയ്ത് റീസെറ്റ് ആക്കിയിട്ട് ബ്രേക്കിൻ്റെ ഫ്രണ്ടിലത്തെ ആ കേബിളൊന്ന് മാറ്റി പുതിയതിടാം. അപ്പോൾ ആ കംപ്ലയിൻറ്റ് റെഡി ആയിക്കോളും. ഇൻഡിക്കേറ്റർ ഈ സൈഡ് അഴിച്ചത് ക്ലിയർ ചെയ്യുന്നുണ്ട്. പിന്നെ ലിവർ 2 സൈഡ് ഒടിഞ്ഞിട്ടുണ്ട്, അപ്പോൾ അതും മാറ്റി റീസെറ്റ് ആക്കുന്നുണ്ട് കേട്ടോ. ഹെഡ്ലൈറ്റിൻ്റെ അടിഭാഗം പൊട്ടിപ്പോയേക്കണാണ്. അതിൻ്റെ ഉള്ളിൽ ക്ലിപ്പ് ഇടുന്ന ഭാഗം പൊട്ടിയേക്കണാണ്. പൊട്ടിയിട്ട് ഇതിനകത്ത് നോക്കി ഇവിടെ നൂൽക്കമ്പി കെട്ടിട്ടുണ്ട്, കെട്ടുകമ്പി ഇട്ട് ടൈറ്റ് ചെയ്തതാണ്. അതും അവിടുന്ന് പൊട്ടിപ്പോയേക്കാണ്. തൽക്കാലം ടൈ ഉപയോഗിച്ച് ബലപ്പെടുത്തുക, അതാണ് നമുക്ക് ചെയ്യാൻ പറ്റാം. അതാ രീതിയിൽ ചെയ്തിടാം. 100% ക്ലിയർ ആവില്ല കേട്ടോ, കാരണം കുറേ കഴിയുമ്പോൾ വീണ്ടും അത് പൊട്ടിപ്പോകും കേട്ടോ. അത് മാറണമെന്നുണ്ടെങ്കിൽ വൈസറും ഹെഡ്ലൈറ്റും കൂടി മാറ്റി പുതിയത് വെച്ചാലാണ് അത് റെഡി ആവുള്ളൂ. തൽക്കാലത്തേക്ക് ടൈ ഇട്ട് പിടിപ്പിച്ച് ആ വലിയ ഇളക്കം മാറ്റി തരാം. കുറേ കഴിയുമ്പോൾ അത് പൊട്ടിപ്പോകും, അറിഞ്ഞിരിക്കുക. കുറേ കഴിയുമ്പോൾ അത് പൊട്ടിപ്പോവും. തൽക്കാലത്തേക്കുള്ള സൊല്യൂഷനാണ് നമ്മളിപ്പോൾ ചെയ്യുന്നത് കേട്ടോ. മറ്റേപാട് മാറണമെന്നുണ്ടെങ്കിൽ ഫുള്ളായിട്ട് ഹെഡ്ലൈറ്റ് അസംബ്ലി ഈ ബ്ലാക്ക് കവറും കൂടി മാറ്റി വെച്ചാലാണ് അത് ശാശ്വത പരിഹാരമുള്ളൂ. അപ്പോൾ ഞാൻ അതിൻ്റെ ഒരു ഏകദേശം എസ്റ്റിമേറ്റ് ആക്കിയിട്ട് ഡീറ്റെയിൽസ് വാട്സപ്പിലേക്ക് ഇട്ടേക്കാം. വർക്ക് കംപ്ലീറ്റ് ആയി കഴിയുമ്പോൾ കോൺടാക്ട് ചെയ്യാം. അപ്പോൾ വീഡിയോ കണ്ടതിന് ശേഷം എസ്റ്റിമേറ്റൊക്കെ നോക്കാം. അതിന് ശേഷം ഒന്ന് റിപ്ലൈ ചെയ്യുക. അതനുസരിച്ച് നമുക്ക് വർക്ക് ചെയ്യാം കേട്ടോ.